സോ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മുടെ കൈറ്റ് വിക്ടേഴ്സിലെ എക്കണോമിക്സിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സും കഴിഞ്ഞു. അപ്പം കുറേ പേര് സ്കൂൾ ട്രാൻസ്ഫറൊക്കെ ആയിട്ട് 2 ക്ലാസ്സിലും പുതിയതായിട്ട് ചേർന്നിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്നും കൂടി പറയാണ്, നമ്മൾ +1 എക്കണോമിക്സിൻ്റെ ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞ ബുക്കാണ് വിക്ടേഴ്സ് ചാനലിൽ എടുത്ത് തുടങ്ങിയിരിക്കുന്നത്. അതിൻ്റെ ചാപ്റ്റർ 1 ആണിത്. ഇന്ത്യൻ ഇക്കോണമി ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് എന്നാണ് ചാപ്റ്ററിൻ്റെ ഹെഡിങ്. അതായത് നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടുന്നത്, ഈ പുസ്തകത്തിൽ പൊതുവേ നമ്മൾ പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ഇക്കോണമി അതെങ്ങനെയാണ്, എന്താണ് ഇന്ത്യൻ ഇക്കോണമിയിലുള്ള ചാലഞ്ചസ് എന്തൊക്കെയാണ്, ഇപ്പോൾ അതിൻ്റെ കണ്ടീഷൻ എന്താണ്, ഇതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി, എല്ലാവർക്കും ആണല്ലോ. അതിന് മുൻപ് ഏകദേശം 200 ഇയേഴ്സ് നമ്മുടെ ഇന്ത്യൻ ഇക്കോണമി ആരുടെ ഭരണത്തിന് കീഴിലായിരുന്നു? ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായിരുന്നു. ആ ബ്രിട്ടീഷ് ഭരണത്തിലുള്ള 200 വർഷക്കാലത്തെ അടിമത്തത്തിലൂടെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒരുപാട് കോട്ടങ്ങൾ, ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ആ 200 വർഷക്കാലം കൊണ്ട്. അപ്പോൾ അതും കൂടി പഠിച്ചാലേ നമ്മൾക്ക് ഇപ്പോഴത്തെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നമ്മുടെ ഇപ്പോഴത്തെ ഈ സാഹചര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഇൻഡിപെൻഡൻസിൻ്റെ ഇന്ത്യൻ ഇക്കോണമി ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ്. ഈവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? തൊട്ട് തലേ ദിവസം രാത്രി എന്നാണ് അർത്ഥം. അപ്പം ഈ ഹെഡിങ്ങിൻ്റെ അർത്ഥം എന്താണ്? ഇൻഡിപെൻഡൻസിൻ്റെ തൊട്ട് മുൻപ് ഇന്ത്യൻ ഇക്കോണമിയുടെ സ്ഥിതി എന്തായിരുന്നു എന്നാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത്, ഫസ്റ്റ് ചാപ്റ്ററിൽ നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ടാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ വിക്ടർ അലക്സാണ്ടർ ബ്രൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രിട്ടീഷ് ഇന്ത്യയുടെ വൈസ്രോയി 1894 പറഞ്ഞൊരു കാര്യമാണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇന്ത്യ ഈസ് ദ പൈവറ്റ് ഓഫ് അവർ എംപയർ. ഇഫ് ദ എംപയർ ലോസസ് എനി അതർ പാർട്ട് ഓഫ് ഇറ്റ്സ് ഡൊമീനിയൻ വി ക്യാൻ സർവൈവ്, ബട്ട് ഇഫ് വി ലോസ് ഇന്ത്യ ദ സൺ ഓഫ് അവർ എംപയർ വിൽ ഹാവ് സെറ്റ്. എന്താ പറഞ്ഞത്? നമ്മുടെ സാമ്രാജ്യത്തിൻ്റെ, ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അംശമാണ് ഇന്ത്യ. സാമ്രാജ്യത്തിൻ്റെ ബാക്കി ഏത് ഭാഗങ്ങൾ നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, പക്ഷേ ഇന്ത്യ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാമ്രാജ്യത്തിൻ്റെ സൂര്യൻ അസ്തമിച്ച് പോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അത്രയ്ക്കും പ്രാധാന്യമുണ്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ ഇന്ത്യയുടെ സ്ഥാനത്തിന്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ വെൽത്ത്, സമ്പത്ത് ഇഷ്ടംപോലെ എടുക്കാൻ പറ്റുന്ന ഒരു കോളനിയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. പിന്നെ അടുത്ത പോയിൻ്റായിട്ട് പറയുന്നത്, ഈ ബുക്കിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻറ്റിനെ പറ്റിയിട്ട് നമ്മളെ മനസ്സിലാക്കിക്കുകയാണ്. നമ്മുടെ ഇന്ത്യൻ ഇക്കോണമിയുടെ ബേസിക് ഫീച്ചേഴ്സ് എന്താണ്, അതിൻ്റെ ഡെവലപ്മെൻറ്റ് എത്രത്തോളം എത്തി, സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ന് വരെയുള്ള കാലഘട്ടത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് പറഞ്ഞ് നമുക്ക് മനസ്സിലാവണമെങ്കിൽ എന്ത് വേണം? അതിന് തൊട്ട് മുൻപുള്ള 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് തൊട്ട് മുൻപുള്ള ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചും കൂടി നമ്മൾ വ്യക്തമായിട്ട് അറിയണം. ആ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് കീഴിൽ ഉണ്ടാവുന്ന സമയത്ത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ അവരെത്രത്തോളം ചൂഷണം ചെയ്തു, ഇവിടെ അവർ നടപ്പിലാക്കിയ സാമ്പത്തിക എക്കണോമിക് പോളിസീസ് എന്തൊക്കെയാണ്, ഈ എക്കണോമിക് പോളിസീൻ്റെ ഫലമായിട്ട് വാട്ട് ഹാപ്പൻ ടു അവർ ഇക്കോണമി എന്നുള്ളതും കൂടി നമ്മൾക്ക് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിന് ശേഷം എന്തൊക്കെ നടന്നു എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം പിന്നെ അടുത്ത പോയിൻ്റായിട്ട് പറയുന്നത്, ഇന്ത്യയിലുള്ള ബ്രിട്ടീഷ് കൊളോണിയൽ റൂളിൻ്റെ, ഇതൊരു ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാറുള്ളതാണ്, ഏറ്റവും മേജർ പർപ്പസ് എന്ന് പറയുന്നത് 2 എയിമാണ് അവർക്കുണ്ടായിരുന്നത്, 2 ഗോൾ. അതിലൊരു ഗോളാണ് ഇവിടെ പറയുന്നത്, 2 ഗോളുണ്ട്. അത് നമ്മൾ അടുത്തതിൽ നമ്മൾ പറയും. എന്താണ് 2 ഗോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ബ്രിട്ടീഷ് എക്കണോമിക് പോളിസി ഇൻ ഇന്ത്യ, അതിന് 2 ഗോൾസ് ആണ് ഉണ്ടായിരുന്നത്, 2 എയിംസ് ആണ് ഉണ്ടായിരുന്നത്. എന്താണ് ആ 2 എയിംസ് എന്ന് പറഞ്ഞാൽ? ഒന്ന്, അവർക്ക് ആവശ്യം, അവിടെ ഇൻഡസ്ട്രിയലൈസേഷൻ, യൂറോപ്യൻ കൺട്രീസിൽ മൊത്തമായിട്ട് ഇൻഡസ്ട്രിയലൈസേഷൻ നടക്കുകയാണ്. അവിടെ ഒരുപാട് ഫാക്ടറികൾ ഉയർന്നു വരികയാണ്. അപ്പോൾ ആ ഫാക്ടറികൾക്ക് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ്, അസംസ്കൃത വസ്തുക്കൾ കിട്ടണം. ആ അസംസ്കൃത വസ്തുക്കൾക്കുള്ള റോ മെറ്റീരിയൽസിനുള്ള ഒരു സോഴ്സായിട്ടാണ് ഇന്ത്യയെ ബ്രിട്ടീഷുകാർ ഉപയോഗപ്പെടുത്തിയത്. അങ്ങനെ അതിന് ഇന്ത്യയെ ഒരു സോഴ്സായി
സോഴ്സായിട്ട് ഉറവിടമായിട്ട് ഇന്ത്യയെ മാറ്റുക എന്നുള്ളതാണ് ഒരു പർപ്പസ്. രണ്ടാമത്തെ പർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ഫലമായിട്ട് അവിടെ ഒരുപാട് ഫാക്ടറീസ് ഉണ്ടായി എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അവിടെ ഒരുപാട് ഫിനിഷ്ഡ് പ്രോഡക്ട്സ്, ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള ഒരു മാർക്കറ്റായിട്ട് എന്തിനെ മാറ്റുക, ഇന്ത്യയെ മാറ്റുക എന്നുള്ളതാണ്. ഇത് രണ്ടുമായിരുന്നു ബ്രിട്ടീഷ് എക്കണോമിക് പോളിസി ഇൻ ഇന്ത്യ, അതിൻ്റെ 2 മേജർ ഗോൾസ്. ഓക്കെ, അപ്പോൾ അത് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. ഇനി അടുത്തത് പറയാൻ പോകുന്നത് ആൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ എക്സ്പ്ലോയിറ്റേറ്റീവ് നേച്ചർ ഓഫ് ദിസ് റിലേഷൻഷിപ്പ് ഈസ് എസെൻഷ്യൽ ഫോർ എനി അസസ്മെൻറ്റ് ഓഫ് ദ കൈൻഡ് ആൻഡ് ലെവൽ ഓഫ് ഡെവലപ്മെൻറ്റ് വിച്ച് ദ ഇന്ത്യൻ ഇക്കോണമി ഹാസ് ബീൻ ഏബിൾ ടു അറ്റൈൻ ഓവർ ദ ലാസ്റ്റ് 6.5 decades. നമ്മുടെ കഴിഞ്ഞ 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. അപ്പം നമ്മൾക്ക് എത്രയാണ്, ഏകദേശം 73 ഇയേഴ്സായി. കഴിഞ്ഞ 73 ഇയേഴ്സ് കൊണ്ട് നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുള്ള ഈ ഇന്ത്യൻ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് എത്രത്തോളമാണെന്ന് നമ്മൾക്ക് അറിയണമെങ്കിൽ അതിനു മുൻപ് ഇന്ത്യയെ എത്രത്തോളം ബ്രിട്ടീഷ് സാമ്രാജ്യത്വം ചൂഷണം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാവണം എന്നാണ്. ഇനി അടുത്തത് ലോ ലെവൽ ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് അണ്ടർ ദ കൊളോണിയൽ റൂൾ എന്നുള്ളതാണ്. അപ്പോൾ അവിടുത്തെ പോയിൻറ്റ്സ് നമുക്ക് നോക്കാം. ഇന്ത്യ ഹാഡ് ആൻ ഇൻഡിപെൻഡൻറ്റ് ഇക്കോണമി ബിഫോർ ദ അഡ്വെൻറ്റ് ഓഫ് ബ്രിട്ടീഷ് റൂൾ. ഇപ്പം ഇതിൽ 6 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനൊരു കാര്യം ചെയ്യാം, ഇപ്പോൾ ഇത് സ്റ്റോപ്പ് ചെയ്തിട്ട് അടുത്തതിൽ ഈ ഭാഗം ലോ ലെവൽ ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് പറയാം. അല്ലെങ്കിൽ നമ്മളിത് പറഞ്ഞു തീരുമ്പോഴത്തേക്ക് ഇത് പിന്നെ എനിക്ക് സെൻഡ് ചെയ്യാൻ പറ്റാത്ത അത്ര വലുതായി പോവും. ഓക്കെ.